പണമിടപാടിനായി QR കോഡിനെ ആശ്രയിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ബില്ലടയ്ക്കാനും മറ്റു പണമിടപാടുകൾക്കും UPI സേവനങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങളായി. എന്നാൽ UPI സേവനങ്ങൾ വർദ്ധിച്ചതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് QR കോഡുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ. വ്യാജമായ QR കോഡുകളിൽ പണം നിക്ഷേപിച്ച് കബളിപ്പിക്കപ്പെട്ട ഉപഭോക്താക്കൾ ഏറെയാണ്. QR കോഡുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താൻ സാധിക്കും. അത് തട്ടിപ്പിനുള്ള മാർഗമായി ഉപയോഗപ്പെടുത്തുകയാണ് തട്ടിപ്പു സംഘം. വ്യാജമായ QR കോഡുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് പണം തട്ടിയെടുക്കുന്നത്. ഷോപ്പുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും വിവിധ സേവനങ്ങൾക്കായുള്ള ശരിയായ QR കോഡുകൾക്ക് പകരം തട്ടിപ്പുകാർ മറ്റൊരു QR കോഡ് പ്രചരിപ്പിക്കും. ഇതുവഴി പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലെത്തും. ഇതിനു പുറമെ വ്യാജമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കുകളുടെ QR കോഡുകളും ഉണ്ടാകും. ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി തട്ടിപ്പുകാർക്ക് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും ലഭിക്കുന്നു. ചിലപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും. ഇത്തരം തട്ടിപ്പുകൾ തടയാനായി നിരവധി നിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വ്യക്തിയുടെ UPI ഐഡിയിലേക്ക് പണം അയക്കുക എന്നതാണ് ഒന്നാമത്തേത്. അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് അയക്കുക. ആർക്കാണ് പണം അയക്കുന്നതെന്ന് ഉറപ്പില്ലാത്ത സന്ദർഭങ്ങളിൽ QR കോഡിനെ ആശ്രയിക്കരുത്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലുള്ള QR കോഡുകൾ വഴി പണം അയക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ എന്നിങ്ങനെ പൊതുയിടങ്ങളിൽ തട്ടിപ്പുകാർക്ക് വളരെ എളുപ്പത്തിൽ QR കോഡുകൾ സ്ഥാപിക്കാനായേക്കും. UPI സേവനങ്ങൾക്കായി മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ആ അക്കൗണ്ടിൽ ചെറിയ തുക മാത്രം നിക്ഷേപിക്കുക. തട്ടിപ്പ് നടന്നാലും വലിയ നഷ്ടം ഉണ്ടാകാതിരിക്കാനാണിത്. സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും URL, പണമിടപാടിന്റെ വിവരങ്ങൾ എന്നിവ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുക. കാരണം വ്യാജ വെബ്സൈറ്റിന്റെ URLഉം മറ്റ് ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യം പുലർത്തുന്നതായിരിക്കും. ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. കൃത്യമായ പരിശോധനയിലൂടെ അത് മനസ്സിലാക്കി തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്.